ഇന്നത്തെ വീഡിയോ ഞണ്ടാണ് കേട്ടോ. ഞണ്ടാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ രേഷം വലിപ്പമുള്ള ഞണ്ടാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി ഉണ്ടോ നോക്കട്ടോ. ഞണ്ടിൻ്റെ കാല് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ടിൻ്റെ കാലിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കാലിന് നല്ല ഇറച്ചിയുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ ഞണ്ടിൻ്റെതും ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കാലൊക്കെ ഇതേപോലെ വെട്ടി ക്ലീനാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ചെറിയ ഞണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ ക്ലീനാക്കാൻ. വലിയ ഞണ്ട് പെട്ടെന്ന് കഴിയും, എന്നാലും ചെറിയ ഞണ്ട് വേഗം വേഗം ക്ലീനാക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിൽ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കത്രിക എടുത്തിട്ട് ഈ ഒരു ചെറിയ ഭാഗമില്ലേ അതൊന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ വെള്ളം വെച്ചിന് കേട്ടോ, അതൊന്ന് മുറിക്കുന്നൊക്കെ പോകണം. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിത് ഞണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ രണ്ട് ഭാഗത്തുള്ള ഈ പൂവൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ കൊത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ നടുഭാഗത്ത് മഞ്ഞ കളറ് മുട്ട എന്ന് പറയും കേട്ടോ, എനിക്കറിയില്ല അതിനെ പറ്റി. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തുള്ള ചകിരി പോലത്തെ സംഭവമില്ലേ അതൊന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായത് രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ശേഷം വലിപ്പമുള്ള ഞണ്ടാന്നല്ലോ, അപ്പോൾ നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ ഈ ഒരു ഞണ്ടിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ ഇത് അടുത്തത് ശേഷം വലിപ്പമുള്ള ഞണ്ടാന്ന് കേട്ടോ. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. നമ്മളെ വീഡിയോ കാണുന്നവരോട് ഞാൻ ഇതിൻ്റെ ലൈക്ക് അടിക്കാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ലൈക്ക് അടിക്കാൻ പറഞ്ഞ് ആരും ലൈക്ക് അടിക്കുന്നില്ല. അതിനെക്കൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല കേട്ടോ ലൈക്ക് അടിക്കാൻ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കൂടി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ക്ലീനാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ പീസാക്കി കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ്, നല്ല എരിവും പുളിയൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം മുഴുവനായിട്ടൊന്ന് ഞാൻ ക്ലീനാക്കി എടുക്കട്ടെ. അതിൻ്റെ ഉടൽ ഭാഗം മുഴുവനായിട്ടും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ പിന്നെ കാലില്ലേ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒടിച്ചിട്ട് കൊടുക്കുകയെന്ന് കേട്ടോ. ലേശം വലിപ്പമുള്ള ഞണ്ടാണല്ലോ. അപ്പം നമ്മൾ ഞണ്ട് ഇവിടെ നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കറി ആദ്യം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വന്നിന് കേട്ടോ കറി. ഇനിയിപ്പോൾ ഈ ഞണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് അടിക്കാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ.